ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ നമ്മളെ സംബന്ധിച്ച് ഹോളിഡേ ആയിരുന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾ ഓപ്പൺ ആയിരുന്നു. എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകൾ വീണ്ടും, ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്ററാണ്. ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വീണ്ടും $3 ട്രില്യൺ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ആപ്പിളിൻ്റെ സ്റ്റോക്ക് പ്രൈസ് $202 പെർ ഷെയർ ആണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഇലക്ട്രോണിക് സ്റ്റോക്കുകളുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് കാരണം വെള്ളിയാഴ്ച ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകളാണ്. ട്രംപ് അനൗൺസ് ചെയ്തിരുന്നു ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് ഗുഡ്സിന്മേലുള്ള റെസിപ്രോക്കൽ താരിഫുകൾ അദ്ദേഹം എടുത്തു കളഞ്ഞിരിക്കുന്നുള്ള റിപ്പോർട്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റിന് കാരണം. പക്ഷേ അതിനുശേഷം അദ്ദേഹം പല കാര്യങ്ങളും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം പറഞ്ഞിരിക്കുന്നത് ഓട്ടോ താരിഫ് റിഡ്യൂസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും പോസിറ്റീവാണ്. ഇന്ന് ഏഷ്യയിലെ എല്ലാ ഓട്ടോ സ്റ്റോക്കുകളും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച $3246.8 പെർ ഔൺസാണ് സ്പോട്ട് ഗോൾഡ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $3220 പെർ ഔൺസാണ്. അതേസമയം ഗോൾഡ്മാൻ സാക്സ് ഈ വർഷം എൻഡിൽ ഗോൾഡിൻ്റെ ടാർഗറ്റ് പ്രൈസ് $3700 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. മുമ്പ് അവരുടെ ടാർഗറ്റ് $3500 ആയിരുന്നു. അതോടൊപ്പം തന്നെ അടുത്ത വർഷം ജൂൺ 26 $4000 ആയിട്ട് ഗോൾഡ് പ്രൈസ് ഉയർന്നേക്കാം. $4000 പെർ ഔൺസ് ആയിട്ട്. ഒപ്പം വേഴ്സ്റ്റ് കേസ് സിനാരിയോ വലിയ രീതിയിലുള്ള ഗ്ലോബൽ വൊളാറ്റിലിറ്റി വന്ന് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ താഴെ പോവുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുന്നേറിയേക്കെന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. $4500 പെർ ഔൺസ് ആണ് ഇത്തരത്തിലുള്ളൊരു സിനാരിയോയിൽ അവർ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസ് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ഇക്വിറ്റി മാർക്കറ്റിൽ ഒരു ഇമീഡിയറ്റ് ആയിട്ട് റിക്കവറി വരുമ്പോൾ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കമോഡിറ്റികളിലൊക്കെ ഒരു സെൽ ഓഫ് വരാറുണ്ട്. അതിൻ്റെ ഒരു മൈനർ സെൽ ഓഫ് ആണ് ഇന്ന്. ഓവറോൾ ഗോൾഡിൻ്റെ ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോവർ ലെവലിൽ നിന്ന് വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് ഗോൾഡിൻ്റെ കാര്യത്തിൽ കാണുന്നത്. ഇനി നമ്മൾ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, സ്വാൻ ഡിഫൻസ് ഇവരൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. കമേഴ്സ്യൽ ഷിപ്പ് ബിൽഡിങ്ങിനും ടെക്നോളജി ട്രാൻസ്ഫറിനാണ്. സ്വാൻ ഡിഫൻസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പഴയ റിലയൻസ് നേവൽ ഡിഫൻസ് ആണ്. അത് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ 94.5% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് സ്വാൻ എനർജിയാണ്. അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ച് ഗാർഡൻ റീസിനെ സംബന്ധിച്ചും സ്വാൻ ഡിഫൻസിനെ സംബന്ധിച്ചും സ്വാൻ എനർജിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ട് ന്യൂസാണ്. മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് AUM വീണ്ടും കൂടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ SIP നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ് റിഡക്ഷൻ ഉണ്ട്. മാർച്ച് മാസത്തിൽ 25,926 ആണ്. ഫെബ്രുവരി മാസത്തിൽ 25,999 ആയിരുന്നു. പക്ഷേ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമല്ല. മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ സാധാരണ രീതിയിൽ കാണുന്ന ചെറിയൊരു റിഡക്ഷൻ മാത്രമാണ്. അപ്പോൾ പൊതുവേ വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ന്യൂസ് ഫ്ലോസ് ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ന്യൂസ് ഫ്ലോസ് എന്നല്ല, അമേരിക്കൻ എക്കണോമിക്ക് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ US ഫെഡൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷനൊക്കെ അടുത്ത മീറ്റിങ്ങിൽ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ് സെല്ലേഴ്സ് ആണ് ഇന്ത്യയിൽ. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ വലിയ രീതിയിലാണ് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. NBFCകൾക്കും ബാങ്കുകൾക്കും NPS ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യാനുള്ള ഒരു അനുമതി RBI കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഈ ന്യൂസ് NBFCകൾക്കും ബാങ്കുകൾക്കും പോസിറ്റീവാണ്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലുള്ള കച്ച് കോപ്പർ ലോകത്തിലെ ലാർജസ്റ്റ് മെറ്റലർജിക്കൽ കോംപ്ലക്സ് ആണ്. കോപ്പറിനും മറ്റു മെറ്റൽസിനും വേണ്ടിയുള്ളത്. അടുത്ത 4 ആഴ്ചയ്ക്കുള്ളിൽ അനൗൺസ് ചെയ്തേക്കാം അതിൻ്റെ കമ്മീഷനിങ്. തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു ഡീമർജറിന് സാധ്യതയുള്ള ഒരു ഡിവിഷനാണ് അഡാനി എൻ്റർപ്രൈസസിൽ നിന്ന്. ഡീമർജ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് ഒരു പക്ഷേ ഫ്രീ ആയിട്ടൊക്കെ ഷെയർ കൊടുത്തേക്കാം. അഡാനി എൻ്റർപ്രൈസസിൻ്റെ പ്രീവിയസ് ആക്ഷൻസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കെസ് കോർപ്പറേഷൻ റെക്കോർഡ് ഡേറ്റ് ആണ്. 3 കമ്പനികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. നാളെ മുതൽ ഡീമർജറാണ് സ്റ്റോക്കുകൾ. കോഫി സ്റ്റോക്കുകൾ ബെറ്ററായിട്ട് ട്രേഡ് ചെയ്യാനാണ്
വരാനാണ് ചാൻസസ് കൂടുതൽ. ഗ്ലോബലി കോഫി പ്രൈസൊക്കെ ഡബിൾ ലെവലിലാണ് ഈ വർഷം ട്രേഡിംഗ് നടക്കുന്നത്. തീർച്ചയായിട്ടും ടാറ്റ കൺസ്യൂമർ, CCL പ്രൊഡക്ട്സ്, റോസൽ ഇന്ത്യ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. ഇനി ധാരാളം കോർപ്പറേറ്റ് റിസൾട്ടുകൾ Q4 അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടുകൾ ഈ ആഴ്ച അടുത്ത ആഴ്ചകളിലൊക്കെ വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ളൊരു ഇമ്പാക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ട്രാൻസ്റെയിൽ ലൈറ്റിങ്ങിന് 1055 കോടി രൂപ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അഡാനി പോർട്ട് ഏപ്രിൽ 17 പ്രഫറൻഷ്യൽ ഇഷ്യൂ അലോട്ട്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണ്. അഡാനി പോർട്ടിനെ സംബന്ധിച്ചും പോസിറ്റീവ് ഒക്കെയാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ മാർക്കറ്റിൽ ഇന്നൊരു പക്ഷേ 200-250 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പൊതുവെ ഒരു കൺസോൾട്ടേഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ആഴ്ച 3 ദിവസത്തെ ട്രേഡിംഗ് ഉള്ളൂ, വെള്ളിയാഴ്ച വീണ്ടും മുടക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഒരു ആക്ടിവിറ്റി ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റിലും കുറയാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. ഇനി നമ്മൾ പുതിയ ഇന്നോവേഷൻസ്, ചൈന വീണ്ടും പുതിയൊരു ഇന്നോവേഷനായിട്ട് വരാണ്. ഇപ്പോൾ തന്നെ ചൈനീസ് വാക്യൂം ക്ലീനറുകളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനീസ് കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. വാക്യൂം ക്ലീനറിൻ്റെ ഒപ്പം ഒരു ഇലക്ട്രോണിക് ആം. ഈ പ്രൊഡക്റ്റിൻ്റെ പേര് സാറോ Z70 എന്നാണ്. ഈ ആമ ചെരുപ്പുകൾ മാറ്റി വയ്ക്കും, അതുപോലെ തന്നെ തറയിലൊക്കെ കിടക്കുന്ന എല്ലാ ഐറ്റംസും മാറ്റി അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുവയ്ക്കുന്ന തരത്തിൽ പ്രൊഡക്റ്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അത് കമേഴ്ഷ്യൽ സെയിലൊന്നും ആരംഭിച്ചിട്ടില്ല. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. വീണ്ടും വലിയ രീതിയിലുള്ള ഇന്നോവേഷൻസാണ് നമ്മൾ AI റിലേറ്റഡ് രംഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.